ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വാക്യമാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ വാക്യം പറയാൻ സമയം ആകുമോയെന്നറിയത്തില്ല. രണ്ടാമത്തെ വാക്യമാണ് പ്രധാനമായിട്ടും ഇന്ന് വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് വായിച്ചു കേൾക്കാം. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി, പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പീൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അടുത്ത കൂടെ അങ്ങ് വായിച്ച. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അമ്മി അതിൻ്റെ താഴത്തെ വാക്യത്തിൽ നമുക്ക് തുടങ്ങാം. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ അമ്മി യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഇവിടെ പ്രവാചകനായ യെശയ്യാവ് ദൈവം ആരാണ്, നാം ദൈവത്തിൽ എങ്ങനെ ആശ്രയിക്കണം, അങ്ങനെ ആശ്രയിച്ചാൽ നിനക്ക് എന്ത് ലഭിക്കുമെന്ന് ഈ 2 വാക്യത്തിനകത്ത് പ്രവചിക്കുക. അതാണ് നമ്മൾ അല്പനേരം ധ്യാനിക്കാനായിട്ട് പോകുന്നത്. അത് പ്രവചിക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ ജനത്തെ അശൂർ രാജാവും കൂടെ വന്ന് ആക്രമിക്കുന്ന കാലഘട്ടം. അശൂർ അന്നത്തെ ഒരു വലിയ ലോക സാമ്രാജ്യ ശക്തിയാണ്. അശൂർ എന്തുകൊണ്ടാണ് ദൈവജനത്തെ ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ, അശൂർ ഒരു സാമ്രാജ്യ ശക്തി ആയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ചുറ്റുമുള്ള രാജ്യങ്ങളെ കീഴടക്കി അവരുടെ ഇത് കപ്പം വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരുന്നു ആ അശൂറിൻ്റെ ഒരു നയം. അങ്ങനെ ദൈവത്തിൻ്റെ ജനവും കുറച്ചു നാൾ അശൂറിന് കപ്പം കൊടുത്തു. എന്നാൽ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എത്തിയപ്പം ദൈവത്തിന് സ്തോത്രം, ഈ ഹിസ്കിയാ രാജാവിൻ്റെ കാലമൊക്കെ ആയപ്പം ഇവർ ഈ കപ്പം കൊടുക്കുന്ന പരിപാടി നിർത്തി. അന്നേരം മുതൽ അശൂർ ഇങ്ങനെ തുടർമാനം ദൈവത്തിൻ്റെ ജനത്തെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ആക്രമിക്കപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാമോ? സ്തോത്രം, മിസ്രൈമ്യരോട് പോയി സഹായം ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ സാഹചര്യത്തിൽ പ്രവാചകൻ പ്രവചിക്കുക, നിങ്ങൾ അവിടെ ഇവിടെ സഹായം തപ്പി പോകണ്ട, യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുണ്ട്, അതിൽ എന്നേക്കും ആശ്രയം വെപ്പീൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് ഈ പറയുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടായാലും പൂർണ്ണമായ ഒരു ദൈവാശ്രയം നമുക്കുണ്ടാകണം. ദൈവജനത്തോട് പ്രവാചകൻ പ്രവചിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. അതിനകത്ത് എല്ലാ ഭാഗവും വിവരിക്കുവാൻ സമയം അനുവദീനമല്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ചില ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാം. ആ വാക്യോടെ നിർത്തിയിട്ട് യെശയ്യാ പ്രവചനം 31-ാം അധ്യായം എടുത്തേ. അതിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന്. കണ്ടോ, അശൂരിന്റെ ആക്രമണം ദൈവജനത്തുണ്ടായപ്പോ യഹോവയെ നോക്കുകയോ യഹോവയെ ആശ്രയിക്കുകയോ ചെയ്യാതെ, ഒന്നുകൂടെ വായിച്ചാട്ടെ, ഇസ്രായേലിന്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ ദൈവത്തിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ. ഞാനൊരു സത്യം തുടക്കത്തിലേ പറയാം. നിന്നെ കൊണ്ട് സഹിക്കാൻ വയ്യാത്ത ഏതു പ്രോബ്ലം നിനക്ക് വന്നാലും നീ ഒരിക്കലും മനുഷ്യന്റെ മുഖത്ത് നോക്കരുത്. സഹായിപ്പാൻ കഴിവുള്ളവന്റെ മുഖത്ത് നിന്ന് കണ്ണ് പറിക്കരുത്. ഒരാമയും പറയണം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ്, ഈ വർഷം ആർക്കുമില്ലാത്ത ചില സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിനക്കുണ്ടാകാൻ പോവുക.
ചില ഉയർച്ചകളും ചില താഴ്ചകളും ഉണ്ടാകും. താഴ്ച വരുന്നത് തകർക്കാനല്ല, താഴ്ച വരുത്തുന്നത് ദൈവത്തിന് സ്വന്തം ദൈവം കൂടുണ്ടെന്ന് മനസ്സിലാക്കാനാ. ഓ ജീസസ്, നിങ്ങൾക്കറിയാമോ ബൈബിളിൽ ദൈവത്തെ വരച്ച് കാണിച്ചിരിക്കുക. ദൈവം സ്വർഗത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. പക്ഷേ എന്ന് ചിലരുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിളിൽ വായിക്കുന്ന യഹോവ നല്ലവൻ എന്ന് എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചോ, രുചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ യോഗത്തിൽ ഇരിക്കരുത്. വിടിവിച്ച ഇങ്ങോട്ട് ചാടും, വിടിവിച്ചില്ലേ അങ്ങോട്ട് ചാടും എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം, രുചിച്ചവന് പറയാം ജീവൻ പോകേണ്ടി വന്നാലും. യഹൂദാബാലന്മാര് പറഞ്ഞ കേട്ടോ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും 4 വെള്ളിയാഴ്ച വന്നു നോക്കാം, 7 വെള്ളിയാഴ്ച വന്നു നോക്കാം, 9 വെള്ളിയാഴ്ച വന്നു നോക്കാം. വിടുതൽ കിട്ടിയ കൂടുണ്ട്, വിടുതൽ കിട്ടിയില്ല തിരിച്ചു പോവും. ആ മെന്റാലിറ്റി നിൽക്കരുത്. ദൈവത്തിന് സ്തോത്രം. വിടുതൽ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. സ്തോത്രം. മനസ്സിലാക്കി തരുന്ന ഭാഗത്തേക്ക് വരിക. അപ്പം ഒരു പ്രശ്നം വന്നപ്പോൾ എന്ത് ചെയ്തെന്നാ 31:1 ശ്രദ്ധിച്ചു കേട്ടെ. ഇസ്രായേലിന്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ, ദൈവത്തിലേക്ക് നോക്കുകയോ, യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ അകപ്പെട്ടുപോയി. അപ്പൊ താഴെ കൂടെ പോന്ന ആളെ മേളിൽ ഇരുന്ന് ശൂശു വിളിച്ചിട്ട് നോക്കുന്നില്ല, ഓയിന്ന് വിളിച്ചിട്ട് നോക്കുന്നില്ല. സ്തോത്രം. ഇവന് മനസ്സിലായി ഇനി നോക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് തൻ്റെ പോക്കറ്റിൽ നോക്കിയപ്പം 1 രൂപയുടെയും 5 രൂപയുടെയും ഓരോ കോയിനുണ്ട്. താഴെ കൂടെ പോയവൻ്റെ തലയിലോട്ട് ഇവൻ പോകുന്നതിനൊത്ത് ഇവനും പോവുക. ശൂശു വിളിച്ചോട്ടാ പോകുന്നത്. നീളത്തിലുള്ള ബിൽഡിങ്ങാ. അവൻ്റെ തലയിലോട്ട് 1 രൂപ ഇട്ടു. ആ 1 രൂപ വന്നപ്പം വീണപ്പം ഒന്ന് നൊന്തു. പക്ഷേ ഉരുണ്ട് മുമ്പിൽ വീണപ്പം തൂത്തോണ്ട് മറ്റേ കൈ കൊണ്ട് ആ 1 രൂപ എടുത്ത് പോക്കറ്റിട്ടുകൊണ്ട് മുമ്പോട്ട് നടന്നു. ഇച്ചുരുണ്ട് നടന്നു പോയപ്പോൾ ഒരു 5 രൂപ ഇട്ടു. ഈ 1 രൂപയുടെ വെയിറ്റിനെക്കാട്ടി കൂടുതൽ വെയിറ്റ് 5 രൂപയുടെ തുട്ടിന്. അത് തലേ വന്നപ്പോൾ ഇച്ചുരുണ്ട് നൊന്തു. ഒന്നുകൂടെ ആഞ്ഞു തൂത്തോണ്ട് ഇടത്ത് കൈ കൊണ്ട്, എന്നാലും 5 കിട്ടിയെന്ന് പറഞ്ഞ് പോക്കറ്റിൽ ഇട്ടോണ്ട് പോയി. ഇവന് മനസ്സിലായി പൈസ ഇട്ടാ ഇവൻ മേപ്പോട്ട് നോക്കുകയല്ല. അടുത്തൊരു ഇഷ്ടികയുടെ മുറിയെടുത്ത് അവൻ്റെ തലയിലോട്ടിട്ടു. അന്നേരം അവന് ഇങ്ങനെ അമർത്തി തൂത്തോണ്ട് മേപ്പോട്ട്. ഈ ചിലരുടെ തലയിൽ നന്മ വീണ മേപ്പോട്ട് നോക്കുകയല്ല. ചിലരുടെ മേപ്പോട്ട് നോക്കണേ ഇഷ്ടിക തന്നെ. മനസ്സിലായില്ല? ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഓരോന്ന് പൊഴിച്ചു തന്നപ്പം നീ ഒന്ന് തൂത്തോണ്ട് അതെടുത്ത് പോക്കറ്റിട്ടുകൊണ്ട് പോയി. എന്നാൽ ഏറ് കിട്ടിയപ്പോ പോട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നിന്റെ നോട്ടം ഒന്ന് മേളിലെത്തിക്കാൻ നീ ഒത്തിരി സഭായോഗത്തിന് വന്ന് 1 രൂപ സ്വത്രാഴ്ച ഇട്ടേച്ച് പോയി. ഇന്നേലും നീ മേപ്പോട്ട് നോക്കണം. ഞാൻ ഈ വചനത്തിലേക്ക് വരിക. സ്തോത്രം. പ്രശ്നം വന്നപ്പോൾ എന്ത് ചെയ്തില്ല? 31:1 സ്തോത്രം. ഇസ്രായേലിന്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ, ദൈവത്തിലേക്ക് നോക്കിയില്ല. യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ. ദൈവത്തെ അന്വേഷിച്ചില്ല. ഇവിടെ ഉപവാസം കടന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ കുത്തിയിരിക്കുക. നീ കോട്ടയത്തോട് ഇങ്ങനെ തപ്പി നടക്കുക. പിന്നെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്നു. സഹായത്തിനായിട്ട് എവിടെ ചെന്നു? മിസ്രൈമിൽ ചെന്നു. രാവിലെ ഉള്ള ആധാരവും പേപ്പറും എടുത്തോണ്ട് ബ്ലേഡിൽ ചെന്നു. കുതിരകളിൽ മനസ്സൂന്നി. കുതിരകളിൽ മനസ്സൂന്നി. രഥം അനവധി ഉള്ളത് കൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക്. മിസ്രൈമ്യ കുതിരയിൽ ആശ്രയിച്ചു, കുതിരച്ചേവകരിൽ ആശ്രയിച്ചു, എല്ലാം ആശ്രയിച്ചു. ഇനി 3-ാം വാക്യം. മിസ്രൈമ്യർ ദൈവമല്ല മനുഷ്യരത്രേ. പ്രവാചകൻ ചോദിക്കാം, മിസ്രൈമ്യർ ആരല്ല? ദൈവമല്ല മനുഷ്യരാ. അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമത്രേ. അവരുടെ കുതിര ആത്മാവല്ല ജഡമാ. യഹോവ തന്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും. മതി. ദൈവത്തിന് സ്തോത്രം. മുമ്പോട്ട് പോകാം. ബാക്കി 5 സ്തോത്രം.
പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ കുതിരയെ യെരൂശലേമിനെ നോക്കിയ സമയത്ത് നീ എന്നെ നോക്കിയായിരുന്നെങ്കിൽ, മിസ്രൈമിനെ നോക്കിയ സമയത്ത് നീ എന്നെ നോക്കിയായിരുന്നെങ്കിൽ, ഞാൻ ചെയ്യുന്ന കേൾക്കണം, പക്ഷി ചുറ്റിപ്പറന്ന് ചുറ്റിപ്പറന്ന് കാക്കുന്ന പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാക്കും. അവൻ അതിനെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, സഹായിക്കാൻ കഴിയാത്തവരെ നോക്കരുത്, ജഡമനുഷ്യരിൽ നോക്കരുത്. ജയത്തിന്റെ കുതിര വ്യർത്ഥമാണ്. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഈ 2026 ജനുവരി മാസം 2-ാം തീയതി നിന്റെ കണ്ണ് പതിഞ്ഞെടുത്തുന്ന ആ കണ്ണിനെ പറിച്ച് ദൈവത്തിങ്കലേക്ക് പതിപ്പിക്കാൻ പോവുക. ദൈവം പറയുക, നിങ്ങൾ എന്നെ നോക്കിയായിരുന്നെങ്കിൽ പക്ഷി ചുറ്റിപ്പറന്ന് യെരൂശലേമിനെ കാക്കുന്ന പോലെ അവൻ അതിനെ കാത്തുകൊള്ളും. ഞാൻ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തു രക്ഷിക്കും. അവൻ അതിനെ കാത്തു രക്ഷിക്കും. നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. കണ്ടോ, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും എന്ന് പറഞ്ഞാൽ അശൂര് നിന്നെ നശിപ്പിക്കാൻ വന്നാൽ നീ നശിക്കത്തില്ല, ഞാൻ നിന്നെ പരിപാലിക്കും. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൂത് പറയാം, മനുഷ്യന്റെ പുറകെ പോകരുത്, രാജ്യങ്ങളുടെ പുറകെ പോകരുത്, ബന്ധുക്കളുടെ പുറകെ പോകരുത്. നോട്ടം ദൈവത്തിലാകണം. ഓ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, എന്നാൽ ജനം ദൈവത്തിലേക്ക് നോക്കാൻ തുടങ്ങി. അന്നേരം സംഭവിച്ചത് നിങ്ങൾ കേട്ടോ. 37-ാം അധ്യായം എടുത്തേ, 37-ാം അധ്യായം 36-ാമത്തെ വാക്യം വായിച്ച നിങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു. ഇന്ന് പകൽ ഇറങ്ങുന്നത് മിസ്രൈമ്യ കുതിരയല്ല, മിസ്രൈമ്യ തേരല്ല, മിസ്രൈം രാജാവല്ല. ഇറങ്ങുന്നത് യഹോവയുടെ ദൂതനാണ്. കേട്ടോ. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു. അശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. അശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. വെല്ലുവിളിച്ചവനോട് ഇടപെടുന്നത് മനുഷ്യനല്ല, കുതിരയല്ല, ദൂതന്മാരാണ്. പ്രസംഗകര് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ദൂതൻ ചിറക് വിരിച്ച് ഒന്ന് നടന്നേച്ചു വന്നപ്പോൾ 185,000 ശവമായി. എന്നിട്ട് പറയുക, ജനമേ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി തരാം, യഹോവയാം യാഹിൽ. യാഹെന്ന് പറഞ്ഞ എന്തുവാ? യഹോവയുടെ നാമത്തിന്റെ മറ്റൊരു പേരാ, അല്ലെങ്കിൽ യഹോവയുടെ നാമത്തിന്റെ ചുരുങ്ങിയൊരു പേരാണ് യാഹ്. യാഹിൽ എന്തോ ഉണ്ട്? ശാശ്വതമായ. ശാശ്വതം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്, സ്ഥിരതയുള്ളത്, അവസാനമില്ലാത്തത്. അവര് പറയാ, യഹോവയാം യാഹിൽ ആരുണ്ട്? മാറ്റമില്ലാത്തൊരു പാറയുണ്ട്. പ്രവാചകൻ ക്രിസ്തുവിന്റെ ജനനത്തിന് 700ഓളം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കുക, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാറയുണ്ട്. തിരിച്ചറിഞ്ഞു ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. യഹോവയാം യാഹിൽ എന്തുകൊണ്ട്? ശാശ്വതമായ. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ. എന്തുകൊണ്ട്? യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ. ബൈബിളിൽ പലയിടത്ത് ദൈവത്തെ പാറയായിട്ട് ബൈബിളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം, ഇപ്പൊ സമയം എടുക്കത്തില്ല. 32-ാം അധ്യായം 4-ാം വാക്യത്തിലുണ്ട്, അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം. അവൻ ആരാ? പാറ. പാറയുടെ പ്രത്യേകത ഞാൻ പറയാം, എന്നെ നോക്ക്. കുലുക്കമില്ല. 2, ഏത് കോറി മുതലാളി പൊട്ടിച്ചാലും തീരുകയില്ല. പൊട്ടിക്കുന്നവൻ തീരുവല്ലാതെ പാറ തീരുകയില്ല. നാമീം വരുന്നില്ല.
നിങ്ങൾ നോക്കണേ, ദൈവത്തിന് സ്തോത്രം. ആമി. എന്നാൽ നിങ്ങൾക്കറിയാമോ, ക്രിസ്തുവിന്റെ മരണത്തിൽ ബൈബിൾ എഴുതി പാറകൾ പിളർന്നു, കല്ലറകൾ തുളർന്നു. ഈ ലോകത്തിലെ മുഴുവൻ പാറപടിക്ക് പിളർപ്പ് വീഴാത്ത ഒറ്റ പാറയില്ല. അതെന്ന് നടന്നതാ? കാൽവറി മരണത്തിൽ നടന്നതാ. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം പാറയാണ്. ഓ ഹല്ലേലൂയ. ദൈവത്തെ വിശേഷിപ്പിക്കുക. അവൻ ആരാണ്? ഇവിടെ ആവർത്തന പുസ്തകത്തിൽ മോശെ അവൻ പാറ. അവന്റെ പ്രവൃത്തി അത്യുത്തമം. അവന്റെ പ്രവൃത്തി അത്യുത്തമം. അത്യുത്തമം. അവന്റെ വഴികളൊക്കെ ഞാൻ നിങ്ങളിരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നിന്റെ ദൈവത്തെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ നീ മറ്റൊന്നിലും ആശ്രയം വെക്കത്തില്ല. ഇന്ന് അല്പസമയം ഒന്ന് അറിയാൻ ശ്രമിക്കാം. നിന്റെ ദൈവം ആരാണ്? ആവർത്തന പുസ്തകം 32-31 വാക്യത്തിൽ മോശെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല. അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല. നമ്മുടെ പാറ പോലെയല്ല. അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ. നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ. വേറൊരു വാക്യമുണ്ട്, എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവരുടെ പാറ പോലെ അല്ല നമ്മുടെ പാറ. ഇന്ന് ധൈര്യം വേണം. നീ സേവിക്കുന്നവനെ ബൈബിൾ ഉപമിക്കുക, അവൻ പാറയാണ്, യുഗങ്ങളുടെ പാറയാണ്. ഇനി നിങ്ങൾ അല്പം കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഉത്തമഗീതം നമ്മൾ പഠിക്കുമ്പം സഭയെ വിശേഷിപ്പിക്കുന്ന കേട്ടോണം, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും. 2:14. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവ്. സഭ എവിടാ ഇരിക്കുന്ന? ഓലഷെഡിലല്ല, AC ഹാളിലല്ല, പാറയുടെ പിളർക്കപ്പെട്ട പാറയുടെ പിളർപ്പില. വല്ലതും മനസ്സിലായോ? നിന്നെ ഒതുക്കുമെന്നും തകർക്കുമെന്നും തീർക്കുമെന്നും വെല്ലുവിളിക്കുന്നവരോട് പറയാം, വെറുതെ വെല്ലുവിളിക്കരുത്. സഭ ഇരിക്കുന്നത് പാറയുടെ പിളർപ്പില എന്ന് പറഞ്ഞാൽ നീ ക്രിസ്തുവില. ഓ യേശു, നിന്നെ സൂക്ഷിക്കുന്നത് ക്രിസ്തുവാ, നിന്നെ പരിപാലിക്കുന്നത് ക്രിസ്തുവാ, നിന്നെ നടത്തുന്നത് ക്രിസ്തുവാ. സ്തോത്രം, 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 സ്തോത്രം. കാണേണ്ടവനെ ഇന്ന് പകൽ നീ കണ്ടാൽ, ആശ്രയിക്കേണ്ടവനെ ഇന്നു പകൽ ആശ്രയിച്ചാൽ, നിന്നെ കുലുക്കാൻ ആര് വന്നാലും നീ കുലുങ്ങത്തില്ല. ബാക്കി ശ്രദ്ധിച്ച, പാറയുടെ പിളർപ്പിലും പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം. മതി 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 മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പറയുക, സഭയെ നിന്റെ മുഖം ഞാൻ ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം, നിന്റെ സ്തോത്രം ഒന്ന് കേൾക്കട്ടെന്ന്. നീ സൂത്രത്തിൽ ഇരുന്നേച്ച് പോകരുത്. ഇന്ന് സ്തോത്രം പറഞ്ഞേച്ചേ പോകാവൂ. അതിന്റെ കാരണം നിന്റെ സ്വരം ആര് കേൾക്കുക? യഹോവ കേൾക്കുകയാ. ദൈവത്തിന് സ്തോത്രം. പോട്ടെ. ഈ പുതിയ നിയമത്തിൽ വരുമ്പം ഈ പാറയെ കുറിച്ച് പൗലോസ് പറഞ്ഞ കേട്ടോ, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഒരാമയും വരുന്നില്ല. പഴയ നിയമത്തിൽ പിളർക്കപ്പെട്ട പാറ, ലക്ഷക്കണക്കിന് ജനത്തിന്റെ ദാഹം തീർത്ത പാറ, ഇന്ന് പകലും ഈ ആരാധനയ്ക്ക് നടുവിൽ ആ പാറയായ ക്രിസ്തു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ ഉള്ളിൽ ഇന്ന് പകൽ തീ പാറുക. ഹല്ലേലൂയ. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, യെശയ്യാവ് പ്രവചിക്കുക. ദൈവത്തിന് സ്തോത്രം. യഹോവയാം യാഹിൽ എന്തോ ഉണ്ട്?
എന്ന് പറഞ്ഞ ഇളക്കമില്ലാത്തൊരു പാറയുണ്ട്. എന്നിട്ട് വിളിക്കുക, ആമി ദൈവത്തിന് സ്തോത്രം, യഹോവയിൽ ആശ്രയിപ്പീൻ. എന്ത് ചെയ്യണം? ഇളക്കമില്ലാത്ത പാറയായ ക്രിസ്തുവിൽ ആശ്രയിപ്പീൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്കറിയോ, ഈ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാ അത്ഭുതങ്ങൾ നടക്കുന്നു. എന്ത് ചെയ്യുമ്പോഴാ? അശൂറിനോട് പറയുക, നിങ്ങൾ മിസ്രൈമിന്റെ പുറകെ പോകരുത്. മിസ്രൈമിലെ കുതിര കരുത്തുള്ള കുതിരയാ, മിസ്രൈമിലെ സൈന്യം ഭയങ്കര. പക്ഷേ അവര് നോക്കിയിട്ട് നടക്കാത്തത് എൻ്റെ ഒരു ദൂതൻ ഇറങ്ങിയാ മതി. മനസ്സിലായി വരുന്നുണ്ടോ? ഹല്ലേലൂയ. ഇച്ചിരൂടെ ആധികാരികതയോടെ ഈ ദൂതിലോട്ട് വരാം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് ചിലര് ജയമെടുക്കുന്ന ദിവസമാ. സ്തോത്രം. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചോ. നടക്കത്തില്ലെന്ന് വിധി എഴുതിയ വിഷയങ്ങൾ തിരിയാൻ പോവുക. ചില ഫയലുകൾ തിരിയാൻ പോവുക. ചില കേസുകൾ തിരിയാൻ പോവുക. ചില മുടങ്ങിക്കിടന്നത്. ഓ ജീസസ്. ഈ ബൈബിള് നമ്മളോട് സ്ട്രിക്റ്റായി പറയുന്ന ഒരു സന്ദേശം വായിക്കാം. അത് വായിക്കണം. 146 സങ്കീർത്തനം. നിങ്ങൾ പറയുമ്പം കേട്ടിട്ടുള്ള വാക്യമാ, പക്ഷെ വായിക്കണം. ദൈവത്തിന് സ്തോത്രം. 146 സങ്കീർത്തനം 3 വാക്യം. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. ആശ്രയിക്കരുത്. അടുത്തിരിക്കുന്ന തൊട്ടേച്ച് വരാം. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. അടുത്ത കേട്ടോ. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. മനുഷ്യപുത്രനിലും എന്ത് ചെയ്തത്? ആശ്രയിക്കരുത്. അപ്പൊ 2 കാര്യം ദൈവം വാൺ ചെയ്യുവാണ്. മനുഷ്യരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. എന്തുവാ? ഒന്നുകൂടെ പറഞ്ഞ, മനുഷ്യരിൽ ആശ്രയിക്കരുത്. അച്ഛനുള്ളതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യവും നടത്തുമെന്ന് ചിന്തിക്കരുത്. അച്ചായൻ നാളെ മരിച്ചാൽ നിന്റെ ഇടപാട് തീരും. അപ്പം മനുഷ്യപുത്രന്മാരിൽ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. പിന്നെ ആരിൽ ആശ്രയിക്കരുത്? പ്രഭുക്കന്മാരിൽ. എന്താണ് ദൈവം അത് സ്ട്രിക്റ്റ് ആയിട്ട് വാൺ ചെയ്യാൻ കാര്യം? അതിന് മറുപടി ദാവീദാ പറയുന്നേ. 60 സങ്കീർത്തനം ജീസസ് 11 വാക്യം. ശ്രദ്ധിക്കണം, ദൂതിലോട്ട് കയറാൻ പോവാ. അതിന്റെ ലാസ്റ്റ് ഭാഗം വായിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. 60 അധ്യായത്തിന്റെ 11 വാക്യം, ലാസ്റ്റ് ഭാഗം. മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. എന്തുകൊണ്ടാണ് മനുഷ്യപുത്രനിൽ ആശ്രയിക്കരുത്, മനുഷ്യപുത്രനിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുതെന്ന് സ്ട്രിക്റ്റായിട്ട് വാൺ ചെയ്യാൻ കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാ. മതി. മനുഷ്യന്റെ സഹായം. ആരെങ്കിലുമൊക്കെ വാക്ക് തന്ന വിഷയത്തിലാ നീ ഇന്നിവിടെ ചിരിച്ചോണ്ടിരിക്കുന്നെങ്കിൽ ആ വാക്ക് മാറാം. എന്നാൽ വാക്ക് തന്നാൽ മാറാത്ത ഒറ്റ ആളെ ഉള്ളൂ. അവൻ മാറാത്ത ദൈവമാ. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം മനുഷ്യപുത്രന്മാരിൽ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. 2 പ്രഭുക്കന്മാരിൽ. അതിന്റെ കാരണം പറയാം. മനുഷ്യർ സഹായിക്കുന്നതും ദൈവം സഹായിക്കുന്നതിനും 2 ലെവലിലുള്ള വിടുതല. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് ആശ്രയം മാറാതെ നോക്കിക്കോണം. നിന്റെ കുടുംബത്തിൽ എന്തോ അത്ഭുതം നടക്കാൻ പോവുക. ആരാധിച്ചില്ലേലും നീ ആരാധിക്കുന്ന ദിവസം വരിക. അതിന്റെ കാരണം ദൈവത്തിൽ നിന്നൊരു സഹായം. സ്തോത്രം. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഈ പ്രസംഗിക്കുന്ന എന്നെ കൂടെ പ്രതിയാക്കിക്കൊണ്ട് പ്രസംഗിക്കാൻ പോവാ. പലപ്പോഴും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചേ. നിനക്ക് പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നുണ്ടോ?
ഒരു മറുപടി പറ. ഇല്ല. ഉണ്ടോ? ഇല്ല. വല്ലപ്പോഴും ഒക്കെ ഒക്കുന്നുണ്ട്. അതിൻ്റെ മറുപടി കിട്ടിയതിൻ്റെ തുള്ളിച്ചാട്ടം ആ മുഖത്ത് നടക്കുന്നത്. എന്നാൽ പലപ്പോഴും എന്ത് ചെയ്യത്തില്ല? ആശ്രയിക്കത്തില്ല. നമ്മൾ പറയും ആശ്രയിച്ചോണം ബ്രദറെ എന്ന് പറയുമ്പോഴും നമ്മൾ ആശ്രയിക്കാതാ പറയുന്നു. യഥാർത്ഥമായ ഒരു ദൈവാശ്രയം ഒരു ദൈവ പൈതലിൻ്റെ അകത്ത് വന്നാൽ പിന്നെ അവൻ്റെ ലൈഫ് ഒരു സ്വർഗീയ അനുഭവത്തിലാണ്. ബൈബിളിൽ കൂടെ ഒന്ന് തെളിയിച്ചുകൊണ്ട് വരാൻ പോവാ. ഞാൻ വീണ്ടും പറയുന്നു, ദൈവം സ്ട്രിക്റ്റായിട്ട് വാൺ ചെയ്യുകയാണ് നിന്നോട്, മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത് എന്ന് പറഞ്ഞ മാമി, മനുഷ്യരിൽ ആശ്രയിക്കരുത്. 2 പ്രഭുക്കന്മാരിൽ എന്ന് പറഞ്ഞ അവരുടെ സഹായം വ്യർത്ഥമാ. എന്നാൽ ഞാൻ ദൂത് പറയാം, നിന്നെ സഹായിക്കാൻ യേശു ഉണ്ടെന്ന്. സ്തോത്രം, സ്തോത്രം. ഇനി എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാത്തത്? പാപിയായിട്ടല്ല, അവർക്ക് ആഗ്രഹമുണ്ട് ആശ്രയിക്കണമെന്ന്. പക്ഷേ എന്ത് ചെയ്ത് പറ്റുന്നില്ല. ഈ അമ്മാച്ചൻ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എടാ വീട് വെച്ചോ, പൈസ അയച്ചു തന്നേക്കാം. പക്ഷെ കട്ടള വെക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, പാസ്റ്റർ വിശ്വാസത്താ പണിയാൻ പോവാ. വിശ്വാസത്താലല്ല, അമ്മാച്ചൻ പറഞ്ഞിട്ടുണ്ട് പൈസ തരാമെന്ന്. പിന്നെ അത് എല്ലാ ആഴ്ചയും ചെക്ക് വരുമ്പോൾ നീ ഗ്ലോറി, അമ്മാച്ചൻ പറഞ്ഞ പോലെ ചെയ്തല്ലോ എന്ന് പറഞ്ഞതിൻ്റെ ഗ്ലോറിയാ കേൾക്കുന്നത്. പക്ഷെ ചോദ്യം, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഈ വർഷം നീ തീരുമാനിക്കണം. ഇതൊരു തീരുമാനത്തിന്റെ ദിവസമാണ്. നിന്റെ രക്തബന്ധങ്ങളുടെ ജീവിതത്തിൽ പോലും നടക്കാത്ത ചില കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കാനുള്ള സമയമായി. ആ ബോധ്യം എനിക്ക് പ്രാർത്ഥന കിട്ടിയോണ്ടാണ്. സ്തോത്രം, സ്തോത്രം. ഓ ഹല്ലേലൂയ. ഇന്നു നീ തിരിച്ചു വീട്ടിൽ കയറുന്നത് ദൈവാശ്രയമുള്ളവനായിട്ടാ. നിനക്ക് തുറക്കുന്ന വഴി വേറെയാ. നിന്നെ കൃപ കൃപ കൃപ. യെസ്, ഗ്ലോറി ഗ്ലോറി. അപ്പൊ ഒരാള് പൂർണ്ണമായിട്ട് ആശ്രയിക്കണേ. ലോട്ടറി അടിക്കുമൊന്നും വേണ്ട, 5 കോടി ബാങ്ക് വരുമൊന്നും വേണ്ട. ഒരാൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ലോർഡ് 9-ാം സങ്കീർത്തനം എടുക്കണം. അതിൻ്റെ 10-ാമത്തെ, ഇതെല്ലാം കാണാതെ പറഞ്ഞു പോകുന്ന വാക്യങ്ങളാണ്. സ്തോത്രം. ഞാനിത് വായിപ്പിക്കുന്നത് അങ്ങനെയും നിങ്ങൾ എടുക്കുമ്പം ചിലപ്പോൾ ആ പേന കൊണ്ട് അടിയിലൊന്ന് ലൈൻ ഇട്ടാലോ. ഞാൻ അന്ന് നല്ല വാക്യം കണ്ട ഉടനെ പേന എടുക്കും, പിന്നെ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും അത്. സ്തോത്രം. ശ്രദ്ധിച്ചേ, നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. അപ്പം ദൈവത്തിൽ ഒരുവൻ പൂർണ്ണമായി ആശ്രയിക്കണമെങ്കിൽ അവൻ അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയണം. എന്ത് ചെയ്യണം? അറിയേണ്ട പോലെ. എല്ലാം തികഞ്ഞവരെ പോലെ ഇരിക്കരുത്. എല്ലാ ദിവസവും രാവിലെ ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞ് എന്തിനാ? ബൈബിൾ വായിച്ചില്ല സാത്താൻ വരും, നിന്റെ വീട്ടിൽ കയറും, നിന്റെ കുഞ്ഞിന്റെ കൊങ്ങായിക്ക് പിടിക്കും. അതിനല്ല. നമുക്ക് ഈ ദൈവത്തെ കുറിച്ച് അറിവ് കിട്ടാൻ ഒരൊറ്റ കാര്യമുള്ളൂ, ഇത് വായിച്ചാലേ കിട്ടൂ. ചിലരൊരു ആവേശത്തിന് കുത്തിയിരുന്ന് 10 അധ്യായം വായിക്കും, പിന്നെ 10 മാസം വായിക്കത്തില്ല. അങ്ങനല്ല, എന്നും വായിക്കണം. ഇന്നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, ബൈബിള് വായിച്ച ചിറങ്ങിയാൽ അനുഗ്രഹം. അപ്പൊ അവൻ ബൈബിള് വായിക്കുന്ന അനുഗ്രഹം കിട്ടാനാ. പോയ വഴിക്ക് രാവിലെ ബൈബിള് വായിക്കാതെ പെട്ടെന്ന് പോയപ്പോൾ വണ്ടി ഇടിച്ചു. കേട്ടോ, ഇന്ന് ബൈബിള് വായിച്ചില്ല, അതുകൊണ്ട് വണ്ടി ഇടിച്ചു. വണ്ടി ഇടിക്കാതിരിക്കാനും പാമ്പ് കടിക്കാതിരിക്കാനും അല്ല ബൈബിള് വായിക്കുന്നത്. തുറന്ന് ഞാൻ പറയാം, പിണങ്ങൊന്നും എഴുന്നേറ്റ് പോകുകയൊന്നും ചെയ്യരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരിക്കല് ഒരു സ്കൂളിൽ നല്ല ജോലി ചെയ്യുന്നൊരു ടീച്ചറെ വൈകിട്ട് 7 മണിക്ക് വിളിച്ച് ഫോൺ എടുത്തില്ല. 7:45 എന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ ഫോൺ എടുക്കാഞ്ഞ്? അതെ,
വീടിനെ 91 സങ്കീർത്തനത്തിന്റെ വലയത്തിലാക്കുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, 90 കഴിഞ്ഞല്ലയോ 91? അയ്യോ, 90 ചാവുമ്പോ വായിക്കുന്ന അതാരാ പറഞ്ഞ്? 91 അത് ജീവിക്കുന്നവര് വായിക്കുന്ന. ഞാൻ പറഞ്ഞത് എങ്ങനെയാ വീടിന്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക 91 വീടിന് ചുറ്റുമാക്കുന്നത്. അന്നേരം പക്ഷെ അത് എങ്ങനെയാണെന്നറിയോ? സ്തോത്രം, ഞാൻ എന്നും ചെയ്യും. അത് ചെയ്തേ പിന്നെ എനിക്ക് സമാധാനത്തോടെ വീട്ടിൽ ഉറങ്ങാം. ഞാൻ ചോദിച്ചത് എങ്ങനെയാ ചെയ്യുന്നത്? അത് സന്ധ്യയ്ക്ക് ഒരു ഇരുട്ടുകയും പൂർണ്ണമായി ഇരുട്ടുന്നതിന് മുമ്പ് ബൈബിൾ ഇങ്ങനെ വിടർത്തി പിടിച്ചൊരു മെഴുകുതിരി കത്തിച്ച് 2 വിരലിനിടെ വെക്കണം. എന്നിട്ട് വീടിന് ചുറ്റും നിന്ന് 91 സങ്കീർത്തനം അപ്പൊ ഞാൻ ചോദിച്ചു, കാറ്റടിച്ചാലോ? കേട്ടാ കുഴപ്പമാ. ഞാൻ ചോദിച്ചു എത്ര പ്രാവശ്യമാ? 7 പ്രാവശ്യം. ഞാൻ പറഞ്ഞു അതേത് പുസ്തകത്തില? അത് എരിഹോവിന്റെ മതില്. ഞാൻ പറഞ്ഞ അത് വീട് പൊളിയാനല്ലല്ലോ ചുറ്റുന്നേ. എരിഹോവിന് ചുറ്റുമ്പോ എരിഹോ പൊളിഞ്ഞെന്നില്ലയോ? അന്നേരം എന്നോട് പറയും, അയ്യോ നേരാന്നല്ലോ, ചുമ്മാതല്ല, എൻ്റെ വീട്ടിൽ ഇത് വായിക്കാൻ തുടങ്ങിയ പിന്നെ പൊളിയുന്നുണ്ട്. കണ്ടോ? അപ്പൊ നീ 91 ചൊല്ലുന്നത് വീടിനെ വലയത്തിലാക്കാനല്ല. സ്വന്തം എയർപോർട്ടിൽ പോയെന്ന് എഴുന്നേറ്റ് വന്നൊരു വാക്യം വായിച്ചു പോവാ. എന്തിനാ? പോന്ന വഴിക്ക് ഫ്ലൈറ്റ് കത്തിപ്പോവാതിരിക്കാനാ. അതിനല്ല. ഈ ബൈബിൾ യഥാർത്ഥമായിട്ട് വായിക്കുന്ന എന്തിനാ? നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരാൾ ഇതിനകത്തുണ്ട്. വാക്കുകൊണ്ട് വർണ്ണിക്കാനോ എഴുത്തുകൾ കൊണ്ട് എഴുതി പിടിപ്പിക്കാനോ കഴിയാത്ത ഒരുവൻ ഇതിനകത്തുണ്ട്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയും 10,000ങ്ങളിൽ സുന്ദരനാ, ഷാരോനിലെ പനിനീർ പുഷ്പമാണ് എന്നൊക്കെ എഴുത്തുകാരന്റെ ഭാഷ പറഞ്ഞാലും എഴുതിയാലും പാടിയാലും പ്രവചിച്ചാലും തീരാത്ത ഒരുവൻ ഈ ബൈബിളിലുണ്ട്. അവനാരാന്ന് തിരിച്ചറിഞ്ഞാൽ, പാട്ടുകാരൻ പാടി, അവനൊപ്പം പറയാൻ ഒരാളില്ല അവനെപ്പോൾ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ചോദ്യം, ഈ പ്രസംഗിക്കുന്ന ഉപദേശി എന്നെ പ്രതിയാക്കുവോ? ഞാൻ എത്ര കൊല്ലായി വായിക്കാൻ തുടങ്ങിയിട്ട്? 30 കൊല്ലം കഴിഞ്ഞു. എന്നിട്ടും ഇതിനെ പുള്ളിയെ പിടികിട്ടിയില്ലോ? ഇല്ല, ഇല്ലെന്നേ. ഇത് വായിക്കാൻ തുടങ്ങിയിട്ട് 50 കൊല്ലം ആയ ആരെങ്കിലും ഉണ്ടെന്ന് കൈവെക്കാവോ? ഇത് വായിക്കാൻ തുടങ്ങിയിട്ട് 50 കൊല്ലം കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെന്ന് കൈവെക്കാവോ? ഇവിടെ ആരും ഇല്ലയോ? ഇങ്ങനെ എന്താ വെക്കുന്നത്? ഇങ്ങനെ 50 കഴിഞ്ഞു, 2, 3. ആൻറ്റി എന്നെ നോക്കി, എന്നെ 50 കഴിഞ്ഞല്ലോ. വല്ലതും പിടി കിട്ടിയോ? കിട്ടിയോ? എടാ, ഒരാളെ കുറിച്ചേ ജീവിതത്തിലുള്ളൂ. ഇവിടെ ഇലക്ട്രിസിറ്റി കൊണ്ട് ഫാൻ കറങ്ങുന്നു, അവൻ സ്പീക്കർ വർക്ക് ചെയ്യുന്നു, അവൻ കോഡ്ലെസ് മൈക്ക് നിൽക്കുന്നു, ദൈവത്തിന് സ്വന്തം AC വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഇലക്ട്രിസിറ്റി ആണെങ്കിലും വരുന്നത് ഒരിടത്തുന്ന. ഈ ബൈബിളിൽ എവിടം തുറന്ന് വായിച്ചാലും ഒരാളെ ഉള്ളൂ. എല്ലാം പിടികിട്ടിയോ? ഓ ലോർഡ്. അവൻ പാട്ടുകാരൊക്കെ പാടുമ്പോ പറയാം അവൻ ആരിലും വലിയവനാ. അമ്മി കനസൊക്കെ പാടുന്നത് കേട്ടിട്ടില്ലയോ? അമ്മി ചോദ്യം, പാടിയിട്ട് വല്ലതും പിടികിട്ടിയോ? കിട്ടിയോ? ഇല്ല. എന്നിട്ടാ നീ 3 സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ തികഞ്ഞ ക്രിസ്ത്യാനിയാന്ന്. പിടികിട്ടിയോ? പണ്ട് ഞങ്ങൾ ഉപദേശിമാരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് വട്ടം കൂടി നിന്ന്
വർത്താനം പറയുമ്പോ ഒരു ഉപദേശ സാക്ഷി പറഞ്ഞു, ഇത് വടിവാള് കറങ്ങിയ കയ്യാ. എന്തുവാ വടിവാള്? മുമ്പിലൊക്കെ കിട്ടിയാ ഞാൻ വെട്ടിക്കളയുമായിരുന്നു. പണ്ടത്തെ സാക്ഷ്യം പറയാ. അപ്പൊ തൊട്ടു മുമ്പ് നാളെ മിടുക്കാനാ പുള്ളി പറഞ്ഞ, യോ പാമ്പ്, ഒറ്റ ചാട്ടം കണ്ടോ. എവിടെ പോയി വടിവാള്? ചാടി കസാറ കയറി. എന്നെ ശ്രദ്ധിക്കണം. അരേ മുറിയും പിടികിട്ടിയതിന്റെ ആവേശമാണ് ഇവിടെ കാണിക്കുന്നത്. എന്റെ കുഞ്ഞെ, ഞാനൊരു പിടികിട്ടും തോറും നീ പറയും, ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണം യേശുവിൻ. നീ എസ്റ്റേറ്റ് വാങ്ങിച്ചില്ലെങ്കിലും, വില കൂടിയ കാറ് വാങ്ങിച്ചില്ലെങ്കിലും, ഫ്ലാറ്റ് പണിതില്ലെങ്കിലും ഇവനെ ഒന്ന് അറിയണം. കൃപ 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 കൃപ. നിങ്ങൾക്കറിയാമോ, നീ ഇവനെ അറിയും തോറും ഇവന്റെ എതിരാളിയായ പിശാചിന് നീ ഒരു പേടി സ്വപ്നമാ. ഓ കൃപ കൃപ. നിന്റെ വീട്ടിൽ ഇവനെ അറിഞ്ഞാൽ, നിന്റെ കുടുംബം ഇവനെ അറിഞ്ഞാൽ, ഓ യേശുവിന്റെ നാമത്തില് എനിക്കെന്തോ ഇവിടെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ചിലരുടെ ഉള്ളിൽ അറിയാനുള്ള ആവേശം. ഓ യഹോവയെ അന്വേഷിച്ചോളുവീൻ, നീ അവനെ കണ്ടെത്തും. നീ നിന്റെ വീട്ടിൽ മറ്റൊരാളെ പോലല്ല, നീ വ്യത്യസ്തനാണ്. നിന്റെ വ്യത്യസ്തത പഠിച്ച ഡിഗ്രി അല്ല, എഞ്ചിനീയറിംഗ് അല്ല, ബിരുദമല്ല, സ്മാർട്ട്നെസ് അല്ല. അറിയണ്ടവോ? ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് അവനെ അറിയുന്നവർ, ഓ അവനിൽ ആശ്രയിക്കും. അവനെ അറിയുന്നവർ. വേണ്ട ലോകത്തിരിമ്പം വേണ്ട, പോകണമേശു പാതെ നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിരിമ്പം വേണ്ട, പോകണമേശു പാതെ നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കാ. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കാ. നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ദൈനംദിന ജീവിതത്തിൽ നിനക്ക് ഇപ്പം ഈ ബൈബിള് പഠിക്കാൻ ഓൺലൈനിലൊക്കെ എണ്ണൂറ് സൗകര്യമുണ്ട്. നീ അവിടെ കട്ടിലെ ചാരി കിടന്നുറങ്ങിയാലും ഇത് നീ പഠിക്കൂ. അപ്പൊ ഇത് ഞാൻ പഠിക്കുന്നേ, എനിക്ക് ജീസസ് വോയിസ് പാസ്റ്റർ ഒന്നും ആകണ്ട എൻ്റെ ബ്രദറെ. എനിക്ക് അങ്ങനെ വലിയ വ്യാമോഹമൊന്നുമില്ല. എനിക്കെങ്ങനെയും സാത്താനെ ഒക്കെ പേടിച്ചും ആമീ സ്തോത്രം ഇങ്ങനെ കരഞ്ഞും വിളിച്ചു നോക്കി എങ്ങനെയും കർത്താവ് വരുമ്പം പോണം. എൻ്റെ മോനെ, ബൈബിള് പഠിക്കുന്നേ പാസ്റ്റർ ആകാനല്ല. ഇതിനകത്ത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിക്കാൻ വന്ന ഭാഷകളുണ്ട്. പൗലോസ് എഴുതിയ എഴുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പൗലോസിന്റെ ലേഖനം 21 ഉപവസിച്ചിട്ട് മനസ്സിലാവുന്നില്ലെന്ന്. പിടികിട്ടിയോ? ആരാ ദൈവം? നമ്മുടെ വീട്ടിലെങ്ങാണ്ട് 1 ലക്ഷം രൂപ കടം കയറിയാൽ നമ്മളിങ്ങനെ പരാതിയും പറഞ്ഞുകൊണ്ട് നിൽക്കുക. കർത്താവിന് അറിഞ്ഞു തരരുതോ? അറിഞ്ഞു തന്നിട്ട് എന്തുവാ ഇതുവരെ ഗുണമുണ്ടായേ? അറിഞ്ഞു നിനക്ക് പലതും തന്നില്ലോ, എന്നാ ഗുണമോ ഉണ്ടായേ? എഴുന്നേറ്റ് പോകരുത്. ദൂത് പറയുക. ബൈബിള് വായിക്കുന്നത് എന്തിനാ? ദൈവത്തെ അറിയാനാ. ഓ ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ,
അറിയണ്ട പോലെ ഇവനെ അറിഞ്ഞാൽ അവനെ നടത്താൻ സത്യത്തിൽ ഒരു പാസ്റ്റർ ആവശ്യം പോലും ഇല്ല. ഒരു ദിവസം ഒരു പുള്ളിയോ എന്നോട് പറയാ, പരിശുദ്ധാത്മാവ് പറഞ്ഞെന്ന് സഭായോഗത്തിന് പോകണ്ടെന്ന്. ഞാൻ പറഞ്ഞു, സാത്താന്റെ സന്തതിയെ കണ്ട മിണ്ടുന്നില്ല. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഇത് മുടക്കരുത്, വരവടുക്കും തോറും അധികം ചെയ്യാനാ. എന്ന് പറഞ്ഞാൽ രാവിലെ യോഗം കഴിഞ്ഞ് വൈകിട്ട് ജോഷി പാഷ വിളിക്കുക, പാഷേ വൈകിട്ട് ഫ്രീ ആണോ, നമുക്ക് ഹോളൊന്ന് തുറന്നു തരുമോ? എന്തിനാ? അല്ല, വൈകിട്ട് ഒന്നുകൂടെ ഒന്ന് കൂടാനാ. വല്ലതും മനസ്സിലാകും? അല്ല, ഞാൻ ഞായറാഴ്ച വന്നല്ലോ, 11 ഞാൻ വന്നു, 12:30 ഞാൻ പോയല്ലോ, അത് മതി, അത്രയും കുറച്ച് മതി. അതെന്നാ കാര്യം? നീ ബിസ്ക്കറ്റ് വാങ്ങിക്കുന്ന കാര്യമാണ് പഠിച്ചേക്കുന്നത്, ഇതിനകത്തെ ദൈവത്തെ പഠിച്ചിട്ടില്ല. ഞാൻ ബൈബിളിലോട്ട് വരാം. എന്നോട് ദൈവം ഒരു കാര്യം സംസാരിച്ചു, അത് നിങ്ങളോട് ഞാൻ പറയുക. നിന്നെ ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം പഠിപ്പിച്ചത്, നീ ആശ്രയിക്കുന്ന കണ്ട് പലരും ഭയപ്പെട്ട് ദൈവത്തിന്റെ അടുക്കൽ വരും. നീ ദൈവത്തെ ആശ്രയിക്കുന്ന കണ്ട് പലരും ഭയപ്പെട്ട്, ഓ ഹല്ലേലൂയ, ഓ യേശു, നിന്റെ വീടിനെ നോക്കി പലരും ദൈവത്തിൽ ആശ്രയിക്കും. നിന്റെ വീട്ടിൽ നടക്കുന്ന ദൈവപ്രവൃത്തി. ഞാൻ ബൈബിളിലെ ഒരു വാക്യം ഒന്ന് തൊടാം. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. സ്തോത്രം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആരോടാ പറഞ്ഞു? മോളത്തെ വായിക്കൂടെ വായിരേ. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം. ബോവസ് ആരോട്? രൂത്തിനോട്. ഈ ഞാനൊക്കെ പ്രസംഗിച്ചുകൊണ്ട് ഇപ്പൊ എനിക്ക് ഈ വാക്യം ഈ വെളിപ്പാടിൽ അങ്ങോട്ട് നോക്കിയപ്പോഴേ ഞാൻ പ്രസംഗിച്ച ചില പ്രസംഗമൊക്കെ ഓർത്ത് എനിക്കൊരു ചെറിയ ചമ്മലുണ്ടായി. ഓലി സാരി ഉടുത്ത നവോമിയോടുകൂടെ ഉടുത്ത സാരി മാറി ഉടുക്കാൻ നിവർത്തിയില്ലാത്ത നിൽക്കുന്ന അമ്മായിയമ്മയുടെ വലങ്കൈക്ക് പിടിച്ച് ഒരു മോവാബ്യ പെൺകൊച്ച് യഹൂദയിലെ ബേത്ലഹേമിലേക്ക് കയറി വന്നത് അമ്മി ബന്ധുക്കളെല്ലാം കൂടെ വീതം വെച്ച് കൊടുക്കുമെന്ന് വിചാരിച്ചോണ്ടല്ല. ഇവളെ കണ്ട ബോവസ് പറയുക, നിന്നിൽ ഞാൻ ഒരു പ്രത്യേകത കാണുന്നു. നീ വന്നിരിക്കുന്നത് ഒരുവന്റെ ചിറകിന്റെ നിഴലിൽ ആശ്രയിച്ച. ഒരാമീൻ പറഞ്ഞാട്ട്, നിന്റെ ഭാവിയെ നോക്കി വിധി പറഞ്ഞവൻ ലജ്ജിക്കുന്ന ദിവസങ്ങൾ വരുന്നു. നിന്റെ സാഹചര്യത്തെ നോക്കി നിന്നെ പുച്ഛിച്ച് തള്ളിയവൻ നിന്നെ കുറിച്ച് നിന്റെ റൂട്ട് തെറ്റത്തില്ല. കാരണം നീ ഒരുവന്റെ ചിറകിന്റെ ബാക്കി സത്യ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ. ഇച്ചിരൂടെ നല്ല പഞ്ചിലൊന്ന് വായിച്ചേ. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ആദ്യം തൊട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക്. ഞങ്ങളാരും രൂത്തിന്റെ തലയുടെ മുകളിൽ ചിറകൊന്നും കണ്ടില്ല. വീഡിയോ എടുത്ത് കാണിച്ചാൽ വിശ്വസിക്കാം. നീ വീഡിയോയുമായിട്ട് അവിടെ ഇരുന്നു. ഗ്ലോറി. വെളിപ്പാടുള്ള നല്ല ബോവസ് പറയുന്നു, മോവാബ് വിട്ടത് വെറുതെ അല്ല. ലോർഡ്, ഒന്നുമില്ലായ്മയ്ക്കകത്ത് കാലുകുത്തിയത് വെറുതെ അല്ല, കരഞ്ഞത് വെറുതെ അല്ല, രാവിലെ ഇറങ്ങിയതും. ഓ കൃപ. ആരുടെയൊക്കെയോ അകത്ത് അഗ്നിയുടെ സ്പർശനം ഞാൻ കാണുന്നു. നിന്റെ ഭാവിയെ ചോദ്യം ചെയ്തവന്റെ മുമ്പിൽ ഇതാ ഒരു ദൈവപ്രവൃത്തി. സാഹചര്യങ്ങൾ മാറാൻ പോവുക, സ്ഥിതി മാറാൻ പോവുക. നോക്കിയേ, ബോവസിനെ കണ്ടുമുട്ടും വരെ
രൂത്തിന്റെ അകത്ത് നടക്കുന്നതെല്ലാം ബോവസ് വെളിപ്പെടുത്തുക. ഞാനൊരു ദൂത് പറയാം. ആശ്രയിച്ചിറങ്ങുന്ന നീ ഒന്നും തേടി പോകണ്ട, എല്ലാം കറക്റ്റ് സ്ഥലത്ത് ഒരുക്കി വെച്ചിരിക്കുക. എഴുതിയിട്ടോ, നിന്നെ ചിലതുമായി ദൈവം കണക്ട് ചെയ്യാൻ പോവുക. ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങൾ, ഇതുവരെ കൃപ, എവിടൊക്കെയോ ദൈവശക്തി വ്യാപരിക്കുന്നു, എവിടൊക്കെയോ ദൈവശക്തി വ്യാപരിക്കുന്നു. വ്യക്തികളെ തൊടുന്നു പരിശുദ്ധാത്മാവ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. നീ കണ്ടവനാ വലുത്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എതിരാളിയല്ല വലുത്, നീ കണ്ട യേശുവാ. ഒരാൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരുക്കപ്പെടുന്ന വഴിയൊക്കെ ഭയങ്കര ശ്രേഷ്ഠകരമാണ്. ദൈവത്തിന് സ്തോത്രം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, യഹോവേ നിന്റെ നാമം ഭൂമിയിൽ എത്ര ശ്രേഷ്ഠമായിരിക്കും. യഹോവേ നിന്റെ, ദാവീദ് പറയാ, നിന്റെ നാമം ഭൂമിയിൽ. അതെന്നാ ദാവീദേ ഉത്തരം? സാധാരണ വീട്ടിൽ പിറന്ന എന്നെ രാജ്യത്തിന്റെ രാജാവാക്കിയ ശ്രേഷ്ഠമേറിയ നാമം. നിങ്ങൾ എന്നെ ഒന്ന് ഇച്ചിരൂടെ ഏകാഗ്രതയോടെ ശ്രദ്ധിച്ചിരിക്കണം. കൃപ. ബോസ് അവളെ കണ്ടപ്പോ പറയുക, കൊള്ളാമല്ലോടി സുന്ദരി പെണ്ണെ എന്നല്ല പറഞ്ഞു. ആണോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചു വന്ന നിനക്ക് യഹോവ പൂർണ്ണ, ഒരിക്കലും നടക്കാത്ത ചില കാര്യം നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവാ. മുമ്പ് ഒരിക്കലും സംഭവിക്കാത്ത ചില കാര്യം നിന്റെ ലൈഫിൽ. ഞാൻ പിന്നെ അവിടെ നിൽക്കുന്നില്ല. നിങ്ങൾക്കറിയോ, അല്പം കഴിഞ്ഞപ്പം നിന്ന മാറി, അപമാനം മാറി, തല കുനിക്കുന്നത് മാറി. നവോമി പറയാ, മോളെ ഇന്ന് തൈലം പൂശി കളത്തിലിറങ്ങണം. അതെന്നാ? ഇന്നലെ കേട്ടതിന്റെ ബാക്കി ഇന്നു നീ കേൾക്കും. അതെന്നാ കേൾക്കുന്ന? കേൾക്കുക മാത്രമല്ല, നീ അളന്ന് പ്രാപിക്കും. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ദൈവകൃപ. ഒരു ചോദ്യം, രൂത്തിനൊരു വയലൊരുക്കാൻ രൂത്ത് ഉപവസിച്ചോ? ഇല്ല, ആശ്രയിച്ചു. ഒരു പാട്ടുകാരൻ ആരാ പാടിയെന്നിരിക്കില്ല, ആശ്രയിപ്പാൻ ഒരു നാമമുണ്ടെങ്കിൽ അത് യാഹല്ലാതെ ആരുമില്ല. ഇതുപോലെ ആശ്രയിക്കാൻ പറ്റിയ, എന്താ ആശ്രയിക്കാത്ത? ഒരു പച്ച മനുഷ്യനെ പോലെ രാവിലെ 2 ചപ്പാത്തി, ഉച്ചയ്ക്ക് ചോറ്, 4 മണിക്ക് ഉഴുന്നവടയും, രാത്രി ബിരിയാണിയും കടിച്ച് ഉറങ്ങി കൊണ്ടിരുന്ന ഒരു യന്ത്രം പോലെ ജീവിക്കരുത്. ഒരു ദിവസം കഴിച്ചില്ല, ഒന്നും സംഭവിക്കുകയില്ല. ഒരു ദിവസം ഉറങ്ങിയില്ല, ഒന്നും സംഭവിക്കുകയില്ല. എന്താ കാര്യം? ഇതിനകത്തുള്ളവനെ കുറിച്ചുള്ള അറിവ്. പൗലോസ് എഫെസോസിലെ സഭയോട് പറയുക, വിശ്വസിക്കുന്നവരെ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞാൽ നിങ്ങൾ വേറൊരു ശക്തിയെ പേടിക്കത്തില്ല, മന്ത്രവാദിയെ പേടിക്കത്തില്ല, ആ വിചാരത്തെ കുഴിച്ചിട്ടതിനെ എഴുതിയിട്ടോ, നിന്റെ മുഴുവൻ ബ്ലോക്കും ഇന്ന് പൊട്ടും. ഇതൊരു അത്യന്ത ശക്തിയുടെ വ്യാപാരമാ. കൃപ 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 കൃപ. ഇന്ന് ചിലത് പൊട്ടിയേ പറ്റൂ. നിന്നെ ഒരു പച്ച മനുഷ്യനെ പോലെ സ്നാനജലം മുങ്ങിയ നിന്നെ ജഡത്തിൽ മാത്രം ചിന്തിപ്പിച്ച് നിന്നെ ദണ്ഡിപ്പിക്കുന്ന ദുരാത്മാവേ, നിന്റെ പദ്ധതി പൊട്ടും. 10,000 സുന്ദരൻ,
പതിനായിരങ്ങളിൽ സുന്ദരനെ ഷാരോനിൻ റോജാ, പതിനായിരങ്ങളിൽ സുന്ദരനെ ഷാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു. ഒരു 5 മിനിറ്റ് കൂടെ പ്രസംഗിച്ചിട്ട് ഇതിന്ന് തീരത്തില്ല. ഞായറാഴ്ച എടുക്കാൻ നിയോഗമുണ്ട്, എടുക്കാം. നീ ഒന്നും പഠിച്ചില്ലേ? ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം. ഈ ബൈബിള് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആരാന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആരാന്നൊക്കെ, അതൊക്കെ ഞാൻ അടുത്ത ദിവസം പ്രസംഗിക്കാം. ഈ ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്തിരിക്കുന്ന തൊട്ടേച്ച് പറ, ബൈബിള് വായിക്കുന്ന ദൈവത്തെ അറിയാനെന്ന് പറ. ഇപ്പൊ ഇവിടെ തന്ന വാക്യമെല്ലാം എനിക്ക് 40 വാക്യം പ്രസംഗിക്കാൻ അറിയാം. ബൈബിളിലെ 40 വാക്യം അറിയാമെന്ന് പറഞ്ഞതിനല്ല, നിന്റെ ചിന്ത അവനിൽ എത്താനാ. ഈ ചലതി ഒഴികെ ആർക്കുമില്ലാത്ത പ്രോബ്ലം എന്തായി എനിക്ക്? ഉത്തരം, ആരും അറിയാത്ത പോലെ നീ ദൈവത്തെ അറിയാൻ പോവാ. ഒരപ്പച്ചനെ ചാകാൻ പോവാ, വാർദ്ധക്യ സഹജമായി മരിക്കാൻ കിടക്കുക. മൂത്തവൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവന് അമേരിക്കയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഫുഡ് ലിക്വിഡ് പരുവത്തിൽ കൊടുക്കാൻ കലക്കിക്കൊണ്ട് വന്നേക്കുക. മോള് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിട്ടുണ്ട്. പിള്ളേരെല്ലാം ചുറ്റും നിൽക്കുക. അപ്പച്ചൻ അവസാന ആഗ്രഹം എന്താ? അവസാന ആഗ്രഹം നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഞാൻ പറയുന്ന പാട്ട് പാടണം. നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഞാൻ പറയുന്ന അവര് പറയുക, സ്തോത്രം, പാടാൻ അറിയത്തില്ല, പറയാം. പാടാൻ അറിയത്തില്ല, അവർക്ക് എന്തോ ഉണ്ട്, കാശുണ്ട്, പക്ഷെ എന്തോ ഇല്ല, പാട്ടില്ല. പെട്ടെന്ന് 3 വീട് അപ്പുറത്ത് ഒരു കൊയർ ഗ്രൂപ്പ് ഉണ്ട്. പുള്ളിയെ വിളിച്ചപ്പോ പുള്ളിയോട് പറഞ്ഞു, അപ്പച്ചന് പാട്ട് പാടണം, ഞങ്ങൾ മൂള, നിങ്ങൾ പാടണം. സ്വോത്രം. അങ്ങനെ അവരെ വരുത്തി, അവര് പാടുക. അവര് ഭാര്യയും ഭർത്താവും കൂടെ വന്ന് ഈ പാട്ട് പാടുക. അപ്പച്ചന്റെ ചുണ്ട് അനങ്ങുക. അപ്പച്ചൻ വലത്ത് കൈ കൊണ്ട് മൂത്ത മോനെ, ഇളയ മോനെ, അതിന്റെ ഇളയ മോനെ പിടിച്ചു. ഇടതി കൈ കൊണ്ട് പെമ്പിള്ളാരെയും മരുമക്കളെയും പിടിച്ചു. എല്ലാരും അപ്പച്ചനെ പിടിച്ചോണ്ടിരിക്കുക. പാട്ട് തീർന്നപ്പോൾ അപ്പച്ചൻ പോയി. എവിടാ? ദൈവത്തിന്റെ രാജ്യത്ത് പോയി. ആ മരണം കണ്ട് അതിലൊരു മോൻ രക്ഷിക്കപ്പെട്ട സാക്ഷി എന്നോട് പറഞ്ഞതാ, എന്റെ അപ്പൻ പാട്ട് പാടിയപ്പോ അപ്പൻ അറിവുണ്ടായിരുന്നു. ഈ മരണം ഒരു മരണമല്ല, ഈ വേർപാട് ഒരു വേർപാടല്ല. 3 ചപ്പാത്തിക്കാണോ നീ ജീവിക്കുന്നേ? കോട്ടയത്തൊരു വീട് കിട്ടാനാണോ നീ ജീവിക്കുന്നേ? കാശുകാരന്റെ പേര് പറഞ്ഞിട്ട് അവരുടെ മോനെ പോലെ ആകാനാണോ നീ ജീവിക്കുന്നേ? ആശ്രയിച്ചാൽ ഇതെല്ലാം നിനക്ക് വരും. പക്ഷെ എത്ര സമ്പത്ത് കിട്ടിയാലും ആശ്രയം കൂട്ടിക്കോണം. ആര് മറന്നാലും നീ യേശുവിന്റെ നാമത്തിൽ എത്ര നന്മ തന്നാലും ദൈവത്തിന് 1-ാം സ്ഥാനം. ഞാനിവിടെ എൻ്റെ യാത്രയിൽ ഒരു 10 പേർക്ക് താഴെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ ഒരാള് ഇവിടെ വീട്ടിൽ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ലോഡ് ഉള്ള കൊട്ടാരം പോലൊരു വീടാ, ഉള്ള ഫുഡൊക്കെ വിളമ്പി. പുള്ളി എന്നോട് പറഞ്ഞു, ചോറ് കഴിച്ചിട്ട് എന്നെ വെളി ഇറക്കിയിട്ട് കാണിച്ചു,
അതുകൊണ്ട് ആ വീടായിരുന്നു എന്നെ കർത്താവ് അങ്ങ് അനുഗ്രഹിച്ച് എനിക്ക് വീട് തന്നു. ഇതൊരു വിളി പറയാ. പക്ഷേ എന്നെ അനുഗ്രഹിച്ച മുതൽ 10:30 സഭായോഗത്തിന് പൊക്കൊണ്ടിരുന്ന ഞാൻ 9 മണിക്ക് സഭായോഗത്തിന് പോകും. 9 മണിക്ക് എൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ചർച്ചിൽ പ്രസന്റാ. എപ്പോഴാ തിരിച്ചു പോരുന്നേ? സഭയിൽ എല്ലാരും പോയി ബാത്റൂമും കഴുകി കസേരയെല്ലാം പറക്കി അടുക്കി സഭാ ഹോള് തൂത്തു തുടച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വരും. എന്റെ വീടിന് മുറ്റം കേട്ടോ, കാർ പാർക്കിങ്ങിനല്ല, വർഷം 3 കൺവെൻഷനാ വീട്ടു വിട്ടത്. എന്നെ അനുഗ്രഹിച്ചോട്ടോ. എന്നാ സ്വോത്രമൊക്കെ നിന്നല്ലോ. നിന്നെ അനുഗ്രഹിച്ചപ്പോ നീ എന്നാ ചെയ്തു? 9:30 8:30 യോഗത്തിന് വരണ്ട, ഞാൻ 11:30 വന്നു. തിറുതിയായോന്ന് 12:15 അങ്ങ് പോയി. ലാസ്റ്റിലത്തെ പാട്ടിന് സമയമില്ല. പിന്നെ സമയം ഉണ്ടാകുന്ന എവിടാന്ന് ചോദിച്ചാ ഈ കാരിത്താസിന്റെ ബോർഡ് കാണുമ്പോ ഇഷ്ടം പോലെ സമയം. കോട്ടയംകാരോടാ, നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെ ആശുപത്രിയുടെ പേര് പറഞ്ഞു, എന്നെ ശ്രദ്ധിക്കണം. ഒരു ധൃതിയില്ല. ഇനി ഞാൻ തൂതിലോട്ട് വരാം. പക്ഷെ ഇപ്പോഴെങ്കിലും നിർത്തത്തില്ലയോ? നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ബ്രേക്ക് ചവിട്ടിയേക്കുക, വണ്ടി നിൽക്കും ഉടനെ. എത്ര പറഞ്ഞാലും അന്ത്യശ്വാസം വരെ പറയണം, എന്റെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല. മോനെ, ഇന്ന് സഹായ ശൈലം അവനൊന്ന് പാടാൻ ലാസ്റ്റി പാടുവോ? അത് കൈയടിച്ച് പാടാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നിന്റെ പ്രോബ്ലം ഞാൻ പറയാം. സാത്താൻ നിന്റെ വീട്ടിൽ ഇങ്ങനെ കലുതുള്ളി ജ്വലിച്ച് നിൽക്കുക. അവൻ അവിടെ നിന്നോട്ട്, അവൻ തന്നെ പോവും. നീ ശാസിക്കണ്ട, പോവും. ഇവനെ കുറിച്ചുള്ള അറിവ്, എന്റെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് നിന്റെ അകത്ത് കത്താൻ തുടങ്ങുമ്പോ സാത്താന് മനസ്സിലാകും, ഇനി തന്ത്രം എറിക്കുകയല്ല, ഇനി മന്ത്രം. ഈ ബാരാക്ക് എന്ന് പറയുന്ന രാജാവിനോട് ബിലയാം എന്ന് പറയുന്ന പ്രവാചകൻ പറയുക, ഞാൻ ഇവനെ പ്രവചിക്കുന്നവനാ. നിന്നോട് ഞാൻ പറയാം, ആഭിചാരം ഇവർക്ക് ഫലിക്കുകയല്ല. എന്നാ കാര്യം? ലക്ഷണ വിദ്യ ഇവർ കേൾക്കുകയല്ല. എന്നാ കാര്യം? അവരുടെ നടുവിൽ സൈന്യങ്ങളുടെ യഹോവ. മനസ്സിലായോ? മനസ്സിലായോ? നിന്റെ വീടിന്റെ മതിലല്ല നിന്റെ സേഫ്റ്റി. നിന്റെ ലൈഫിന്റെ സേഫ്റ്റി ആരോഗ്യ ഇൻഷുറൻസ് അല്ല. സത്യം പറ, നിർത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കന്ന് ഒട്ടും തോന്നുന്നില്ല. നിർത്തണം തോന്നുന്നുണ്ടോ? എനിക്കന്ന് ഒട്ടും തോന്നുന്നില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. യോഗമൊക്കെ രാത്രി വരെ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നാ കാര്യം? ഇതിനകത്ത് യേശുവിനെ വരച്ച് കാണിക്കുക. വല്ലതും പിടികിട്ടിയ, എനിക്ക് അരേ മുറിയും പിടികിട്ടിയതിന്റെ ആവേശ ഞാൻ കാണിക്കുന്നത്. ജോഷിപ്പാഷ് പിടികിട്ടിയതിന്റെ ആവേശ ജോഷിപ്പാഷ് കാണിക്കുന്നത്. കലസിന് പിടികിട്ടിയ ആവേശ. ഈ ആവേശം എല്ലാം കൂടെ കൂടിയപ്പം ഇത്രയും വലിയ സംഭവം നടന്നെങ്കിൽ അറിയണ്ട പോലെ. പൗലോസ് പറയാ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കാരെ അറിഞ്ഞാൽ മതി? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ. തോമാച്ചന്റെ വീട്ടിലെ കാര്യം, ചിന്നമ്മയുടെ വീട്ടിലെ കാര്യം എനിക്കറിയണ്ട. എനിക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ. അപ്പം ബൈബിൾ വായിക്കുന്ന എന്തിനാ? യേശുവിനെ അറിയാൻ. നിങ്ങൾക്കറിയോ, നമ്മളിങ്ങനെ വായിച്ച് അവനെക്കുറിച്ച് ഇങ്ങനെ അറിയുന്ന വാക്യമൊക്കെ വരുമ്പോണ്ടല്ലോ, നമ്മുടെ ഉറക്കമൊക്കെ കെടും. ഇപ്പം നിനക്ക് ഈ 13 മണിക്കൂർ ഉറങ്ങിയിട്ടും ടയേർഡാ. മോനെ, എന്തുവാടാ ഒരു ക്ഷീണം? ഇന്നലെ രാത്രി 8-ന് കടന്ന രാവിലെ 9:30 എഴുന്നേറ്റിട്ടും ടയർഡ്നെസ്സാ. നിനക്ക് ആത്മാവിൽ നടക്കാൻ ആഗ്രഹമുണ്ടോ? ആത്മാവിൽ
കുതിക്കാൻ ആഗ്രഹമുണ്ടോ? ഫിലിപ്പോസിനെയൊക്കെ ആത്മാവ് എടുത്തോണ്ട് പോയ പോലെ, എസക്കിയലിനെ അസ്ഥിത്താഴ്വരെ കൊണ്ടു നിർത്തിയ പോലെ ജഡതലം വിട്ട് ആത്മതലത്തിൽ യാത്ര ചെയ്യുന്നത് ഇവനെ അറിയുമ്പോഴാ. ഇവനെ അറിയാനൊരു മാർഗമാ. ആദ്യം വായിക്കുക, പിന്നെ പ്രാർത്ഥിക്കുക. ഒരു പാട്ടുണ്ടല്ലോ, അരുൾക അരുൾക. അറിയത്തില്ല, ഒന്ന് പറയാവോ? അരുൾക അരുൾക. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. ഒന്നിച്ചെന്ന് പാടിക്കുക, അരുൾക അരുൾക അരുൾക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. ഇനി ഞാൻ പ്രസംഗം നേടുന്നില്ല. നിന്റെ എല്ലാ പ്രോബ്ലവും മാറും. അറിയണ്ട പോലെ നിന്റെ ദൈവത്തെ അറിഞ്ഞാൽ നിന്റെ ആശ്രയം വർദ്ധിക്കും. സ്ട്രിക്റ്റായിട്ട് ബൈബിൾ പറയുക, മനുഷ്യരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാ. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ. ഗ്ലോറി. ഞാൻ ഈ പ്രസംഗം നിർത്തുന്ന സമയത്ത് ഏതെങ്കിലും മനുഷ്യന്റെ മുഖത്ത് നോക്കിയാ നീ ഇരിക്കുന്നെങ്കിൽ ഇന്നത് മറക്കണം. പൂർണ്ണമായ ദൈവാശ്രയം. ഞാനൊരു പ്രവചനം പറഞ്ഞു നിർത്താം. നീ തന്നെ ലൈവായി കാണും നിന്റെ സാഹചര്യങ്ങൾ ചേഞ്ച് ആകുന്നത്. സാധാരണമല്ലാത്തതൊക്കെ നിന്റെ കുടുംബത്തിലോട്ട് വരാൻ പോവുക. അസാധാരണമായ അനുഗ്രഹങ്ങൾ നിന്റെ തലമുറയെ വരാൻ പോവുക. ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയത്തക്കവണ്ണം. ദൈവത്തെ